ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, ഞാനിന്ന് വന്നിട്ടുള്ളത് എലൈൻ ഫ്രോക്കിൻ്റെ കട്ടിങ് വീഡിയോ ആയിട്ടാണ്. ഞാനൊരു മെറ്റീരിയൽ എടുത്തിട്ടുണ്ട്. ഇതൊരു വെൽവെറ്റ് മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ ഞാനിതിനെ ഫോൾഡ് ചെയ്തിട്ട് ഇതുപോലെ പിന്നെ വെച്ചിട്ടൊന്ന് സെക്യൂർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ക്ലോസിങ് പാർട്ടും ഇത് ഓപ്പണിംഗ് പാർട്ടുമാണ്. ഓപ്പണിംഗ് സൈഡാണ് ഇത് വരുന്നത്, കട്ടിങ് വരുന്ന സൈഡാണ്. ഞാനിങ്ങനെ വെച്ചിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ വെൽവെറ്റ് ക്ലോത്ത് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ലോണം റിസ്ക് എടുക്കണം. ഇതിങ്ങനെ വഴിക്ക് പോകുന്ന തുണിയാണ്, അതുകൊണ്ടാണ് ഞാനിങ്ങനെ സെക്യൂർ ചെയ്ത് വെച്ചിട്ടുള്ളത്. നമ്മൾ ഫസ്റ്റ് ഏതൊരു മെറ്റീരിയൽ എടുത്താലും ഏത് ഡ്രസ്സ് തയ്ക്കുകയാണെങ്കിലും ആദ്യം ഫുൾ ലെങ്ത് ആണ് എടുക്കേണ്ടത്. ഞാനിവിടെ ഫുൾ ലെങ്ത് ഒരു 31 ഇഞ്ച് എടുക്കുന്നുണ്ട്. പ്ലസ് 1 ഇഞ്ച് നമ്മളുടെ തയ്യൽ തുമ്പും എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ എത്രയാണോ ഓരോ കസ്റ്റമേഴ്സിൻ്റെയും ലെങ്ത് വരുന്നത് അതിനനുസരിച്ചിട്ട് എടുക്കാം. നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത് 22 ഇഞ്ചാണ്. 22 പ്ലസ് 1 ഇഞ്ച് നമുക്ക് തയ്യൽ തുമ്പിന് എടുത്തു കൊടുക്കാം. നെക്സ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നെക്കിൻ്റെ വിഡ്ത്തും ലെങ്ത്തും ഷോൾഡർ അതുപോലെ തന്നെ ഷോൾഡറും കാണുക എന്നുള്ളതാണ്. ഞാനിവിടെ ഒരു 1/2 ഇഞ്ചിന് കട്ട് ചെയ്ത് കളയുന്നുണ്ട്. നമ്മളുടെ മെറ്റീരിയലിൽ കട്ടി വരുന്നൊരു ഭാഗമാണ്. വെൽവെറ്റ് മെറ്റീരിയൽ ആകുമ്പോൾ എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ അതിൻ്റെ അരികുവശം അത്യാവശ്യം നല്ലോണം കനത്തിലാണ് വരിക. അത് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. നമുക്ക് ഷോൾഡറിൻ്റെ വിഡ്ത്ത് കാണാം. ഷോൾഡർ വരുന്നത് 8 ഇഞ്ചായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്, ഡിവൈഡഡ് ബൈ 2, അതായത് 4 ഇഞ്ച്. ഈ 4 ഇഞ്ചിനെ നമ്മൾ എന്ത് ചെയ്യണം, താഴോട്ട് ഇറക്കി കൊടുക്കണം. നെക്സ്റ്റ് കാണാനുള്ളത് താഴോട്ട് ഇറക്കി കൊടുക്കുന്ന ആം ഹോളാണ്. നെക്സ്റ്റ് നമുക്ക് കാണാനുള്ളത് നെക്കാണ്. നെക്ക് പറഞ്ഞിട്ടുള്ളത് നമ്മൾ 1.25 അല്ലെങ്കിൽ 2 ഇഞ്ച് എന്നാണ്. നെക്കിൻ്റെ ലെങ്ത് വരുന്നത് 3.5 ഇഞ്ച്. നെക്കിനെ നമ്മൾ എന്ത് ചെയ്യണം, ഒരു 1/2 ഇഞ്ച് കയറ്റി കൊടുത്ത് ഒരു റൗണ്ട് ആണെങ്കിൽ റൗണ്ട് ഷേപ്പിൽ വരച്ചു കൊടുക്കുക. നമുക്ക് ഏത് ഡിസൈൻ വേണോ നെക്ക് അതിനനുസരിച്ചിട്ട് ചെയ്ത് കൊടുക്കുക. ഇതിപ്പോൾ ഫ്രണ്ട് നെക്കാണ്. ഇനി നെക്സ്റ്റ് വരുന്നത് ബാക്ക് നെക്കാണ്. ഒരു 2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. സെയിം നെക്കിൽ തന്നെ നമ്മളിത് പേപ്പറിലും ക്ലോത്തിലൊക്കെ ഒരുപാട് തവണ കട്ട് ചെയ്ത് കാണിച്ചതാണ്. പലർക്കും വീണ്ടും ഡൗട്ട് ഉള്ളത് കൊണ്ടാണ് വീണ്ടും ഒന്നുകൂടെ കാണിച്ചു തരുന്നത്. ഇതുപോലെ കൈക്കുഴി ആം ഹോളിൻ്റെ അവിടെ ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്തു. ഈ 1/2 ഇഞ്ചിനെ നമ്മൾ ഒന്ന് റൗണ്ട് ചെയ്ത് കൊടുക്കുക. ആം ഹോൾ കേർവ് ചെയ്ത് കൊടുക്കുക. ഇനി ഫ്രണ്ടിലെ ആം ഹോൾ ഒരു 1/2 ഇഞ്ച് കുഴിച്ചിട്ട് ഒന്നുകൂടെ കേർവ് ചെയ്ത് കൊടുക്കുക. ഇനി പലർക്കും ഡൗട്ട് വന്നിട്ടുണ്ടായിരുന്നത് നമ്മളുടെ ചെസ്റ്റ്, ഷേപ്പ്, ഹിപ്പ് എന്നീ ഭാഗങ്ങളാണ്. എങ്ങനെയാണ് ഒരു ഷേപ്പ് കാണുക, ഷേപ്പിൻ്റെ സ്ഥലം എങ്ങനെ കാണും എന്നുള്ളതായിരുന്നു പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആദ്യം ചെസ്റ്റിൻ്റെ അളവ് എത്രയാണോ അത് മാർക്ക് ചെയ്യാം. നമുക്ക് 20 ആയിരുന്നു. 20ൻ്റെ കൂടെ 4 കൂട്ടി അതിനെ ഡിവൈഡഡ് ബൈ 4 വീണ്ടും ചെയ്യാം. അങ്ങനെ വരുമ്പോൾ 6 വരും. 6ൻ്റെ കൂടെ ഒരു ഇഞ്ച് സീം എലമെൻറ്റ്സ് ഇടുക. സീം എലമെൻറ്റ്സ് ഇടുന്നത് തയ്യൽ തുമ്പാണ് കേട്ടോ. അങ്ങനെ പറയുമ്പോൾ ഡൗട്ട് വരണ്ട.
ഞാനൊരു 6.5 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. പ്ലസ് 1 ഇഞ്ച് തയ്യൽ തുമ്പ് ഇട്ട് കൊടുക്കുക. ഈ കൈക്കുഴി മുതൽ ഹിപ്പിലോട്ടുള്ള അളവാണ് നമ്മൾ നെക്സ്റ്റ് കാണേണ്ടത്. ഹിപ്പ് കണ്ടാലേ ഷേപ്പ് കറക്റ്റ് കിട്ടുള്ളൂ കേട്ടോ. ഈ കൈക്കുഴിയിൽ നിന്നും ഹിപ്പിലോട്ടുള്ള അളവ് ഒരു 10.5 ഇഞ്ച് ആണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു 10 ഇഞ്ച് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഹാഫ് കാണാം. 10.5 ഇഞ്ചാണെങ്കിൽ 5.25 കാണാം. 10 ഇഞ്ചാണെങ്കിൽ 5 മാർക്ക് ചെയ്യാം. ഞാനിപ്പോൾ ഒരു 5.25 മാർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മളുടെ ഹിപ്പ് സൈസ് വരുന്നത്, ഷേപ്പ് വരുന്നത്, വേസ്റ്റ് സൈസ് വരുന്നത് 5.5 ഇഞ്ചാണ്. 5.5 ഇഞ്ച് പ്ലസ് 1 ഇഞ്ച് തയ്യൽ തുമ്പ് ഇട്ട് കൊടുക്കുക. നെക്സ്റ്റ് വരുന്നത് ഹിപ്പാണ്. ഹിപ്പിനെ നമ്മളിവിടെ മാർക്ക് ചെയ്ത് കൊടുത്തു. 10.5 ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ചെസ്റ്റും ഹിപ്പും കുട്ടികൾക്ക് ഏകദേശം ഒരേ അളവിൽ തന്നെയാണ് സാധാരണയായിട്ട് വരിക. 6ഉം 7ഉം മാർക്ക് ചെയ്ത് കൊടുത്തു. കാരണം 6 നമ്മളുടെ കറക്റ്റ് അളവും പ്ലസ് 1 7 കൊടുക്കുന്നത് നമ്മളുടെ തയ്യൽ തുമ്പുമാണ്. ഇതിനെ ജസ്റ്റ് ജോയിൻ ചെയ്ത് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇനി താഴോട്ട് സെയിം അളവിൽ തന്നെ എന്ത് ചെയ്യാം, ഹിപ്പിൻ്റെ സെയിം അളവ് താഴോട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക. 7 ഇഞ്ച് എന്നുള്ളത് മാർക്ക് ചെയ്ത് കൊടുത്തു. പ്ലസ് ഒരു 4 ഇഞ്ച് കൂട്ടി കൊടുക്കുക. പ്ലസ് 1 ഇഞ്ച് തയ്യൽ തുമ്പ് കൂട്ടി കൊടുക്കുക. ഇതാണ് അതിൻ്റെ കറക്റ്റ് അളവ് എന്ന് പറയുന്നത്. ഇനി ഈ ഹിപ്പിൻ്റെ സൈസിൽ നിന്നും നമ്മൾ ഹിപ്പ് സൈസ് പ്ലസ് 4 കൊടുത്തല്ലോ, അവിടേക്കാണ് മാർക്ക് ചെയ്യേണ്ടത്. ഞാനൊരു എലൈൻ ഫ്രോക്ക് എന്ന് പറഞ്ഞത്. ഇനി ജസ്റ്റ് ഈ സൈഡ് താഴ്വശം, ഇതാണ് നമ്മളെ എലൈൻ ഫ്രോക്കിൻ്റെ താഴ്വശം വരുന്നത്. ഇവിടെയാണ് നമ്മളുടെ കറക്റ്റ് അളവ് എന്ന് പറയുന്നത്. ഇവിടെയാണ്. ഇത് തയ്യൽ തുമ്പിൻ്റെ അളവാണ്. അപ്പോൾ ഈ കറക്റ്റ് അളവിൻ്റെ ഇവിടുന്ന് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കേർവ് ചെയ്ത് കൊടുക്കുക. ഈ കേർവിങ് പലർക്കും ചെയ്താൽ കിട്ടാറില്ല. അപ്പം നല്ലോണം ശ്രദ്ധിക്കുക. ചെറിയൊരു കേർവ് ചെയ്ത് കൊടുക്കുക. ഇനി എലൈൻ ഫ്രോക്കിൻ്റെ കട്ടിംഗ് ആണ്. കട്ടിങ് എല്ലാവർക്കും കാണിച്ചു തന്നതുപോലെ തന്നെ താഴ്വശത്ത് നിന്ന് കട്ട് ചെയ്ത് വരാം. ബാക്കിലെ കൈക്കുഴി അതുപോലെ ബാക്ക് കഴുത്തും ആദ്യം കട്ട് ചെയ്യുക. എന്നിട്ട് മാത്രമേ രണ്ട് ക്ലോത്തിന് മാറ്റി വെച്ചതിന് ശേഷം, ബാക്കും ഫ്രണ്ടും സെപ്പറേറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം മാത്രം ഫ്രണ്ടിലെ കൈക്കുഴിയും ഫ്രണ്ടിലെ നെക്കും കട്ട് ചെയ്ത് കൊടുക്കുക.